ഹോർമുസ് കടലിടുക്ക് ലോകത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായ കപ്പൽ ഗതാഗത പാതകളിലൊന്നാണ്. ഇറാനും ഒമാനും തമ്മിൽ പേർഷ്യൻ ഗൾഫ് ഓഫ് ഒമാനെയും തുടർന്ന് അറേബ്യൻ കടലുമായും ബന്ധിപ്പിക്കുന്ന ഈ ഇടുങ്ങിയ ജലപാത ആഗോള എണ്ണ ദ്രവീകൃത പ്രകൃതിവാതക അഥവാ LNG വിതരണത്തിൻ്റെ ഒരു പ്രധാന ജാലകമാണ്. ഈ കടലിടുക്കിനെ അടച്ചുപൂട്ടലോ തടസ്സപ്പെടുത്തലോ ഇതുണ്ടാക്കുന്ന ആഘാതങ്ങളും ലോക സമ്പദ് വ്യവസ്ഥയെ തന്നെ ഗുരുതരമായി ബാധിക്കും. 2024 US എനർജി ഇൻഫർമേഷൻ അഡ്മിനിസ്ട്രേഷന്റെ കണക്കനുസരിച്ച് ലോകത്ത് ഉപയോഗിക്കപ്പെടുന്ന എണ്ണയുടെ ഏകദേശം 30% ദിവസേന ശരാശരി 20.3 ദശലക്ഷം ബാരൽ ഹോർമുസ് കടലിടുക്കിലൂടെയാണ് കടന്നുപോകുന്നത്. ലോകത്തിന്റെ 1/3 ദ്രവീകൃത പ്രകൃതിവാതകം അഥവാ LNG വിതരണവും, അതായത് ദിവസേന 290 ദശലക്ഷം ക്യൂബിക് മീറ്റർ ഈ പാതയിലൂടെയാണ് കടന്നുപോകുന്നത്. സൗദി അറേബ്യ, ഇറാഖ്, കുവൈത്ത്, ഖത്തർ, UAE, ഇറാൻ തുടങ്ങിയ രാജ്യങ്ങൾ പേർഷ്യൻ ഗൾഫിൽ നിന്ന് എണ്ണയും LNGയും കയറ്റുമതി ചെയ്യാൻ ഈ പാതയെ ആശ്രയിക്കുന്നു. ഹോർമുസ് കടലിടുക്കിൻ്റെ ഏറ്റവും ഇടുങ്ങിയ ഭാഗത്ത് 33 കിലോമീറ്റർ അഥവാ 21 മൈൽ വീതി മാത്രമേ ഉള്ളൂ. എന്നാൽ ഷിപ്പിംഗ് ലൈനുകൾ ഓരോ ദിശയിലും വെറും 3 കിലോമീറ്റർ അഥവാ 2 മൈൽ വീതിയുള്ളവയാണ്. ഇതിൻ്റെ ഇടുങ്ങിയ ഘടന കപ്പലുകളെ ആക്രമണങ്ങൾക്കോ തടസ്സങ്ങൾക്കോ എളുപ്പത്തിൽ ഇരയാക്കുന്നു. ഇറാൻ കടലിടുക്കിന്റെ വടക്കൻ തീരത്താണ് ഹോർമുസ് സ്ഥിതി ചെയ്യുന്നത്. ഇത് അവർക്ക് ഈ പാതയിൽ തന്ത്രപരമായ നിയന്ത്രണം നൽകുന്നു. US, UK, ഫ്രാൻസ് തുടങ്ങിയ പാശ്ചാത്യ രാജ്യങ്ങളുടെ നാവികസേനകളും ഈ മേഖലയിൽ വളരെ സജീവമാണ്. ഇത് കാരണമായി ഹോർമുസിനെ സൈനിക രാഷ്ട്രീയ പിരിമുറുക്കങ്ങൾക്ക് കേന്ദ്രമാക്കുന്നു. ഇന്നലെ അമേരിക്ക ഇറാന്റെ ആണവ കേന്ദ്രങ്ങളായ ഇസ്ഫഹാൻ, ഫോർഡോ, നാറ്റൻസ് എന്നിവയ്ക്ക് നേരെ ആക്രമണം നടത്തിയതിന് പ്രതികാരമായി ഇറാന്റെ പാർലമെന്റ് ഹോർമുസ് കടലിടുക്ക് അടയ്ക്കാൻ അനുമതി നൽകി. എന്നാൽ ഈ തീരുമാനം നടപ്പാക്കാൻ ഇറാന്റെ ദേശീയ പരമോന്നത രക്ഷാ കൗൺസിലിന്റെയും സുപ്രീം ലീഡറായ ആയത്തുള്ള അലി ഖാംനെയുടെയും അന്തിമ അനുമതി ആവശ്യമാണ്. അമേരിക്ക, ഇസ്രായേൽ, ഇറാൻ പിരിമുറുക്കങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഈ നീക്കം. 2019 2023, 2024 കാലഘട്ടത്തിലും ഇറാൻ ഹോർമുസിന് സമീപമുള്ള കപ്പലുകൾ ആക്രമിക്കുകയോ പിടിച്ചെടുക്കുകയോ ചെയ്ത ചരിത്രമുണ്ട്. എങ്കിലും ഇതുവരെ പൂർണ്ണമായി അടച്ചിട്ടില്ല. ഹോർമുസ് അടഞ്ഞാൽ ഉണ്ടാകുന്ന ആഘാതങ്ങൾ വളരെ വലുതാണ്. എണ്ണവില $80 മുകളിലേക്ക് കുതിക്കുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. 1973 എണ്ണ പ്രതിസന്ധിക്ക് സമാനമായ ഒരു ആഗോള മാന്ദ്യം ഈ ലോകത്ത് ഉണ്ടാകാനുള്ള സാധ്യതയും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. എണ്ണ LNG കയറ്റുമതി തടസ്സപ്പെടുന്നത് ഏഷ്യ, യൂറോപ്പ്, അമേരിക്ക എന്നിവിടങ്ങളിലെ വ്യവസായങ്ങൾക്കും ഊർജ ആവശ്യങ്ങൾക്കും വളരെയധികം തിരിച്ചടിയാകും. യൂറോപ്പ്, സൗദി അറേബ്യ, ഖത്തർ, UAE എന്നിവിടങ്ങളിൽ നിന്നുള്ള എണ്ണ LNG ഇറക്കുമതിയെ വലിയ തോതിൽ ആശ്രയിക്കുന്നു. ഹോർമുസ് അടഞ്ഞാൽ യൂറോപ്പിൽ ഊർജ്ജക്ഷാമവും വിലക്കയറ്റവും ഉണ്ടാകും. ഇത് യുക്രൈൻ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇതിനകം ദുർബലമായ യൂറോപ്യൻ സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ തകർത്തേക്കും. മാത്രമല്ല, ഇന്ത്യ, ചൈന, ജപ്പാൻ, ദക്ഷിണ കൊറിയ തുടങ്ങിയ രാജ്യങ്ങൾ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണയെ വലിയ തോതിൽ ആശ്രയിക്കുന്നുണ്ട്. ഇന്ത്യയുടെ 40% എണ്ണയും 50% LNGയും ഹോർമുസ് വഴിയാണ് കടന്നുവരുന്നത്. ഇത് ഈ രാജ്യങ്ങളിൽ വിലക്കയറ്റവും ഊർജ്ജക്ഷാമവും ഉണ്ടാക്കും. ഇത് സാമ്പത്തിക വളർച്ചയെ സാരമായി ബാധിക്കും. കടലിടുക്ക് അടയ്ക്കുന്നത് ഇറാൻ സ്വന്തം സാമ്പത്തിക വ്യവസ്ഥയെ തന്നെ തകർക്കും. ഇത് സാമ്പത്തിക ആത്മഹത്യ, അതായത് ഇറാൻ തന്നെ സ്വയം അപകടത്തിലാക്കുന്നതിനെ വിദഗ്ധർ വിശേഷിപ്പിക്കുന്നു. ഹോർമുസ് അടയ്ക്കാൻ ഇറാൻ ശ്രമിച്ചാൽ US 5ാം ഫ്ലീറ്റ്, മറ്റ് പാശ്ചാത്യ നാവികസേനകളും പ്രതികരിക്കാൻ സാധ്യതയുണ്ട്. ഇത് മേഖലയിൽ വലിയ സൈനിക സംഘർഷത്തിന് വഴിവെക്കും. ഇറാൻ ബാക്ക് ചെയ്യുന്ന ഹൂതികൾ, ഹിസ്ബുള്ള എന്നിവ മേഖലയിൽ ആക്രമണങ്ങൾ വർദ്ധിപ്പിച്ചേക്കാം. 1980-88 കാലഘട്ടത്തിലെ ഇറാൻ-ഇറാഖ് യുദ്ധകാലത്ത് ഇരു രാജ്യങ്ങളും കപ്പലുകളെ ആക്രമിച്ചെങ്കിലും ഹോർമുസ് പൂർണ്ണമായി അടച്ചിരുന്നില്ല. 2019 UAE തീരത്ത് 2 സൗദി ടാങ്കറുകൾ ഉൾപ്പെടെ 4 കപ്പലുകൾ ആക്രമിക്കപ്പെട്ടു. 2023-24 ഇറാൻ ഹോർമുസിന് സമീപം 3 കപ്പലുകൾ പിടിച്ചെടുത്തു. എന്നാൽ ഇറാൻ ഒരിക്കലും ഹോർമുസ് പൂർണ്ണമായി അടച്ചിട്ടില്ല. കാരണം അത് ചൈന, ഇന്ത്യ തുടങ്ങിയ സുഹൃത്ത് രാജ്യങ്ങളെ വളരെയധികം ബാധിക്കുന്നത് കൊണ്ടാണ്. ഹോർമുസ് കടലിടുക്ക് ലോക സമ്പദ് വ്യവസ്ഥയുടെ ഒരു പ്രധാന നാഡിയാണ്. ഇറാന്റെ അടച്ചുപൂട്ടൽ ഭീഷണി ആഗോള എണ്ണ വിപണിയിൽ അസ്ഥിരതയും വിലക്കയറ്റവും ഉണ്ടാക്കുമെങ്കിലും ഇറാൻ തന്നെ അതിൻ്റെ സാമ്പത്തിക ആഘാതം അനുഭവിക്കേണ്ടി വരും. ചൈന, ഇന്ത്യ, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളുമായുള്ള ഇറാന്റെ ബന്ധവും USന്റെ സൈനിക സാന്നിധ്യവും ഈ തീരുമാനത്തെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. നിലവിൽ ലോകം ഈ പ്രതിസന്ധിയുടെ അടുത്ത ഘട്ടത്തെ ശ്രദ്ധയോടെ വീക്ഷിക്കുകയാണ്. ഇതിനിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ നീക്കത്തിനെതിരെ ചൈനയുടെ സഹായം തേടിയതായും റിപ്പോർട്ടുണ്ട്. ഇത് ഇന്ത്യക്കും ഭീഷണിയാണെന്നതിനാൽ മറ്റു രാജ്യങ്ങളെപ്പോലെ ഇന്ത്യയും ഇത് ശ്രദ്ധയോടെ വീക്ഷിക്കും.
waytonikah.com, the exclusive Muslim matrimonial site.